നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ റിയാസ് സാഹിബിന്റെ റിയാസ് ബി ടോക്ക് അല്ലേ, കുറച്ച് കഴിഞ്ഞു കുറെ സമയം. എനിക്കൊന്ന് ഇപ്പം എത്ര മാസമായി? ഇപ്പം അത് 3 മാസമായി. കാരണം കക്ഷിന് ഇവിടെ കൈ കിട്ടില്ല, എപ്പം നോക്കിയാലും ചൈനയിലാണ്. ഇത് ഒരു റിയാസ് മാത്രമല്ല, ഞാൻ അറിയുന്ന ഒരുപാട് ബിസിനസ്സുകാർ ഇപ്പോൾ എല്ലാവരും ചൈന. അപ്പോൾ ഞാൻ ഇവർക്ക് വല്ല ചിഹ്ന വീടും ചൈനയിലുണ്ടോ എന്ന് സംശയിച്ചു പോയി. കാരണം ഇന്ത്യക്കാർ മുഴുവൻ ഇപ്പോൾ ചൈനയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യ ചൈന അപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇയാൾ നമ്മൾ ട്രംപ് ആണെങ്കിൽ ഇതിനൊക്കെ ഡയറക്റ്റ് നികുതി ചൈനയൊക്കെ മുഴുവൻ വാതിലൊക്കെ അടച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷെ നിങ്ങളൊക്കെ എന്താണ് ഈ ചൈന യാത്രൻ്റെ? ഈ പ്രത്യേകിച്ച് ഈ വർഷം വ്യാപാര യുദ്ധം കൂടെ നടന്നതാണ്. അപ്പോ ചൈനയില് നമുക്ക് എന്തോ പുതുമണ്ടായിട്ടാണല്ലോ ഇത്രയും ആളുകൾ പോകുന്നത്. അല്ല, ഒരാൾ മാത്രമാണ് പിന്നെ നമുക്ക് വേറെ തെറ്റിദ്ധരിക്കും. അതെ അതെ, ആളുകൾ ഇപ്പൊ ടൂർ അടക്കം പോകുന്നുണ്ട് ചൈനയിലേക്ക്. കാരണം ഇപ്പൊ ഞാൻ ഈ അടുത്ത് നടന്ന യാത്രയില് ഏപ്രിലില് ലാസ്റ്റ് മന്തിനാ പോയത്. അപ്പോ 3 ഫെയറിന് അറ്റൻഡ് ചെയ്ത് 4ഓളം ഫെയറിന് അറ്റൻഡ് ചെയ്യായിരുന്നു. അവിടെ 15 ദിവസം. ഈ 15 ദിവസത്തിനിടയിൽ 3 ഫെയർ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഷെൻജൻ ഫെയർ. ഷെൻജൻ എന്ന് പറഞ്ഞ ഏരിയ ഇലക്ട്രോണിക് സിറ്റിയാണ്. അവിടുത്തെ ഇലക്ട്രോണിക് സിറ്റി. അവിടെ ചൈന പ്ലാസ് എന്ന് പറഞ്ഞ ഒരു ഫെയർ ഉണ്ട്. ചൈന പ്ലാസിന്റെ ഒരു പ്രത്യേകത ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, അതിന്റെ പുതിയ റിസർച്ച്. ഈ ചൈന പ്ലാസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ ആ ഫെയറിന്റെ ബ്രാൻഡാണ്. ഫെയറിനെ പോലും ഒരു എന്ത് ചെയ്തു, ബ്രാൻഡ് ചെയ്തു. അപ്പൊ ഇത് ഈ ഷെൻജനിലേക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ ഹോങ്കോങ്ങിലല്ല, പിന്നെ ഷാങ്ഹായിലാണ് നടന്നത്. ഷാങ്ഹായ്. ഈ ഷെൻജൻ എന്ന് പറയുന്നത് ഹോങ്കോങ്ങിന്റെ അടുത്തുള്ള സിറ്റി കേട്ടോ, അതുകൊണ്ട് ഞാൻ ആദ്യം ഹോങ്കോങ്. അപ്പോ ഈ ഷാങ്ഹായിന്ന് ഇപ്പൊ ഷെൻജനിലേക്ക് ഇവർ മാറ്റി. ഇവര് ഓരോ സിറ്റികളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഈ കാണാൻ. ഈവൻ ഈ ഷെൻജൻ പോലും ദുബായിനേക്കാളും വലിയ സിറ്റിയാണ്. നമുക്ക് അത്രയും വലിയ സിറ്റിയാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ കയ്യിലുണ്ടല്ലോ, നമുക്ക് നമ്മളെ ശ്രോതാക്കൾക്ക് അത് കാണിച്ചു കൊടുക്കണമല്ലോ. ഈ ചൈന പ്ലാസ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും അതിന്റെ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും. അപ്പോൾ ഈ വേൾഡിലെ വലിയ ഈ ഗ്രാന്യൂൾസ് ആണ് ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഗ്രാന്യൂൾസ്. ഇത് പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അത് കൊടുക്കുന്ന സാബിക്ക, സൗദി അറേബ്യൻ കമ്പനിയാണ്. സാബിക്കിന്റെ സാബിക്കാണ് ഇന്ത്യയിലൊക്കെ ഈ ഗ്രാന്യൂൾസ് കൊടുക്കുന്നത്. ബക്കറ്റ് ഉണ്ടാക്കാനും നമ്മുടെ നാട്ടിലൊക്കെ ഇറക്കുമതി ചെയ്യുന്ന അവിടെ നിന്നാണ്. അതെ അതെ, ഇന്ത്യയിൽ റിലയൻസ് ആണ് അതിന്റെ വലിയ ഇമ്പോർട്ടർ. പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം ശരിക്കും പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ വലിയ വ്യാപാര മേളയാണ്. അതിൽ നമുക്ക് ചെറിയ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് മുതൽ, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് മുതൽ അങ്ങോട്ട് പോയിട്ട് വലിയ എയറോപ്ലെയിൻ്റെ പാർട്ട് വരെ ഉണ്ടാക്കാനുള്ള മെഷീനറി നമുക്ക് അവിടെ വെച്ച് നമുക്ക് കാണാം. ഈ ഓരോ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഡിസ്പ്ലേയും മെഷീനറിയും അതിന്റെ റോ മെറ്റീരിയൽസും മെഷീനറിയും നമുക്ക് കാണാം. അത് മാത്രമല്ല ഇതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ കെമിക്കൽസ്, അതിന്റെ പ്രോസസിങ്. മെഷീനറി എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് മെഷീനറികൾ നമുക്ക് ലൈവായിട്ട് അവിടെ കാണാം. ഫാക്ടറികൾ തന്നെ ഈ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ കേട്ടപ്പോ എനിക്ക് ഇപ്പൊ പോകാൻ തോന്നുന്നുണ്ട്. അതാണ് വെറുതെ ആളുകൾ പോകുന്നത്. കാര്യം നമുക്ക് ഒരു ഇന്നോവേഷനുള്ള ആൾക്ക്, ഒരു പുതിയതിനെ പഠിക്കണം എന്നുള്ള ആൾക്ക്, അതൊരു ബിസിനസ്സുകാരന് ആവണം എന്നില്ല. അവർക്ക് ഒരുപാട് സംഗതികൾ. നമ്മളിപ്പോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കൊല്ലം പഠിക്കണത് നമ്മളൊരു ഫെയറിന് പോയാൽ നമുക്ക് അതിൽ നടന്നാൽ നമുക്ക് അനുഭവമാണല്ലോ. അതെ അതെ. അത് മാത്രമല്ല ഇത്രയും വലിയ കമ്പനികൾ നടത്തുന്ന ആളുകളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അവരെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് നേരിട്ട് മെഷീനറി കാണാൻ പറ്റും. ഓരോ വർഷവും ഈ മെഷീനറി ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് അവർ തരുമോ? ടെക്നിക്കൽ സപ്പോർട്ട് നമ്മളപ്പോ മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി സാങ്കേതിക സഹായങ്ങളൊക്കെ അവർ തരും. അപ്പൊ ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഫെയർ ലോകത്തില് ഈ ചൈനയിൽ നടക്കുന്ന ഫെയറുകളാണ്. ഈ നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഷെൻജനിൽ നടന്ന ചൈന പ്ലാസ്, അത് 3 ദിവസം അവിടെ സ്പെൻഡ്. പ്ലാസ്റ്റിക് മാത്രമായിട്ട് 3 ദിവസം. പ്ലാസ് അതിന്റെ മെഷീനറികളും കാര്യങ്ങളൊക്കെ 3 ദിവസം. അത് കഴിഞ്ഞ് നേരെ ഗോഞ്ചോയിൽ വന്ന് അവിടെയാണ് കാൻഡം ഫെയർ നടക്കുന്നത്. അപ്പൊ അത് ഓരോ സിറ്റി ഇതോടുകൂടി ഡെവലപ്പ് ചെയ്യാണ് അല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത. ചൈനയിലെ ഓരോ സിറ്റികൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത ഞാൻ കണ്ടത്, ഇതെല്ലാം കൂടി ഒരേ ടൈമിലാകുമ്പോൾ പോക്കും വരവും ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് അവർ ട്യൂൺ ചെയ്തത്. ആദ്യത്തെ ഇപ്പൊ 15 മുതൽ 19 വരെ ഈ ചൈന പ്ലസ്. അത് കഴിഞ്ഞതിന് ശേഷം ഗോഞ്ചോയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാൻഡം ഫെയറിന്റെ ഫസ്റ്റ് ഫേസ്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ജിൻജിയാങ് പോയി. ജിൻജിയാങ് ഫുട്വെയർ ഫെയറിന്റെ ഇത് സ്വന്തം പ്രൊഡക്റ്റ് നമ്മുടെ ഓൺ പിന്നെ ഇതായിട്ട് റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവൂല് പോയാൽ അവിടെ ഒരു ഫെയർ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക്
പിന്നെ കാൻഡം ഫെയറിന്റെ സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് കണ്ടിന്യൂ ശരി. ഒരു 20 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5-6 അല്ല, ഈ കാൻഡൻ ഫെയർ 2-3 ഫേസ് ആയിട്ടുണ്ട്. 3 ഫേസ് ആയിട്ടാണ്. അതെ, അതെന്തൊക്കെയാണ് കമ്മോഡിറ്റീസ്? എന്തൊക്കെയാണ് അതിപ്പോ ഇവിടെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പരസ്യം കാണാം. കാൻഡൻ ഫെയറിന്റെ ഓരോ ഫേസിൽ എന്നതാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പോയ നമ്മളെ ഉമർ അബ്ദുൽ സലാം ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ AI ചെയ്യുന്ന, ഇവന് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ഒരു ടീമിനെ തന്നെ ചൈനയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതെന്ന് വെച്ചാല് അവർക്ക് ഈ ഇന്നോവേറ്റീവായ ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് പുതിയ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ ഈ ഓരോ യാത്രയിലും ഉണ്ടാവും. അവിടെ ചൈന നമ്മളെ എന്തായാലും നിരാശപ്പെടുത്തൂല. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഞാനൊക്കെ പല ഫെയറിനും ഇന്ത്യയിൽ പോയിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ ഫെയർ നടക്കുമല്ലോ. നമുക്ക് ചെന്ന പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫുഡിനെങ്കിലും നമ്മൾ അവിടെ ഒരു സ്ട്രഗിൾ അനുഭവിക്കും. ഭക്ഷണം ഇപ്പൊ മദ്രാസിൽ ഇപ്പൊ ഫുഡ് വെയർ അവിടുത്തെ പിന്നെ ലെതർ ഫെയറിന് ഞാൻ പോകാറുണ്ട്. എന്നും നമ്മൾ എന്ത് ചെയ്യണം? സാമ്പാർ, ഇഡ്ഡലി, സാമ്പാർ, ദോശ, ഇഡ്ഡലി, സാമ്പാർ, ദോശ. പിന്നെ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് കഴിക്കാൻ നമ്മൾ കേരളത്തിൽ നിന്നുള്ള നമുക്ക് നേരെ മറിച്ച് ചൈനയിൽ നമുക്ക് അത് അനുഭവിക്കണില്ല. നമുക്ക് എല്ലാ ഫുഡ് ബ്രാൻഡുകളും നമുക്ക് അവിടെ കിട്ടും. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളെ ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടും. ഒക്കെ ഉണ്ട്. പൊതുവെ എല്ലാവരും ചൈനയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാവുന്ന പറയാം. പക്ഷെ ഞാൻ പറയുമ്പോഴേ ഇപ്പൊ മലയാളികളാണ് ഇപ്പൊ നമ്മൾ അറിയുന്ന കുറെ ആളുകൾ പോകുന്നത്. നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. ഒരു നല്ലൊരു എക്സിബിഷൻ ഹാളില്ല. ഇപ്പൊ തമിഴ്നാട്ടിന് വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിൽ അഗ്രികൾച്ചറിന്റെ ഒരു ഫെയർ ഉണ്ട്. ഞാനത് പലപ്പോഴും പോകുന്ന, അതിൽ പാടം, നെൽപ്പാടം അടക്കം അവിടെ പെർമനന്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച ഈ എക്സിബിഷൻസ് ശരിക്കും ഇത്തരം ഫെയറുകൾ ആധുനികമായ ട്രേഡിങ്ങിന്റെ രൂപങ്ങളാണ്. മോഡേൺ ട്രേഡിങ്ങിന്റെ രൂപങ്ങളാണ്. പഴയ കാലത്ത് ചന്ത എന്ന് പറഞ്ഞില്ലേ, ചന്തയിൽ പോയിട്ടാണല്ലോ നമ്മൾ സാധനങ്ങൾ വാങ്ങുക. ഇതിന്റെ ഏറ്റവും മോഡേൺ രൂപങ്ങളാണ് എക്സിബിഷൻസ്. അത് പിന്നെ ഇത് നേരിട്ട് നമുക്ക് ഫാക്ടറികളായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ആളുകൾ, ബിസിനസ് ഓണേഴ്സിനായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റുകളെ നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പൊ നമുക്ക് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എക്സിബിഷൻ സെന്റർ ആണല്ലോ, എത്രയോ എക്സിബിഷൻസ് നമ്മൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ 10 ഇരട്ടി സൈസുള്ള എക്സിബിഷൻസ് ആണ് ചൈനയിൽ നടക്കുന്നത്. നമ്മൾ നടന്നിട്ട് 3 ദിവസം നടന്നിട്ട് കാല് കഴക്കുക എന്നല്ലാതെ ഇത് നടന്ന് തീർക്കുന്ന ഒരു പ്രശ്നം അവിടെ ചോദിക്കും. നാം എല്ലാം കണ്ടു എന്ന് ആർക്കും ഏത് ഫേസിൽ ചെന്നാലും ആൾക്ക് പറയാൻ കഴിയില്ല. വൈവിധ്യങ്ങളും അത്രയും സ്റ്റാളുകളും ആളങ്ങോട്ട് വിയർക്കുക, നടന്നിട്ട് കാല് കഴക്കുക എന്നല്ലാതെ തീരണ ഒരു പ്രശ്നം അവിടെ ഉദിക്കണില്ല. അത്രയും വലിയ എക്സിബിഷൻസ്. അപ്പൊ അതിന്റെ ഒരു മാനേജ്മെന്റ് കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ഇത്രയും സ്റ്റാൾ, ആയിരക്കണക്കിന് സ്റ്റാളുകൾ, ആയിരക്കണക്കിന് വെൻഡേഴ്സ്, ബയേഴ്സ്, ഇവരെല്ലാം വരുന്നു. ഇത്രയും ട്രാഫിക്കിനെ അവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? എന്നാൽ ഗോഞ്ചോ സിറ്റി നിറഞ്ഞു ഒഴുകണ്ടാണ് ശരിക്കും. പക്ഷെ അപ്പോഴും ഗോഞ്ചോ സിറ്റി വളരെ എന്ന് വെച്ചാൽ 20-ൽ പരം മെട്രോ ലൈൻസ് തന്നെ ഉണ്ട്. ദുബായിൽ 2-3 ലൈനാണുള്ളത്. ഒരു ഗ്രീൻ ലൈനും റെഡ് ലൈനോ. അവിടെ അത് 20-25 വരെയൊക്കെ മെട്രോ ലൈനുകൾ. അപ്പൊ നമ്മളെ ബ്ലോക്കും പഞ്ചായത്തും അധികം ആളുകൾ ഭൂമിക്കടിയിലായിരിക്കും. ഈ ലൈനുകളൊക്കെ അധികം ഭൂമിക്കടിയില്ല. ഒരു സ്റ്റേഷനിൽ തന്നെ 8-10 പിന്നെ ലൈൻസ് ഓടുന്ന സ്റ്റേഷനുകളാണ് അധികം മെട്രോ സ്റ്റേഷൻ. അവിടെ താമസം ഇതൊക്കെ എങ്ങനെ? എക്സ്പെൻസീവ് അല്ല. എക്സ്പെൻസീവ് എന്ന് പറയാൻ വയ്യ. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള പല ഹോട്ടലുകളെയും റേറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ, അതാണ് താങ്ങാൻ പറ്റുന്ന റേറ്റ് ഉള്ളൂ. ഒരു നോർമൽ ജീവിതത്തിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളും, അത് തന്നെ ആധുനിക സൗകര്യങ്ങൾ. ഇപ്പൊ നമ്മള് യൂറോപ്യൻ പല സിറ്റികളിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ മിലാനോയില് ഫെയറിനൊക്കെ പോകാറുണ്ട്. ഫെയർ മിലാനോയില് ഈ സ്റ്റാൻഡേർഡിന്റെ എബോവ് സ്റ്റാൻഡേർഡിലാണ് ഇവർ നടത്തുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20 വർഷം അവർ മുന്നിലാണ്. 20 വർഷം മുന്നിൽ ഓടുന്ന ഒരു രാജ്യത്തിന്റെ പിന്നിലോടുക അല്ലെങ്കിൽ അതിനെ പഠിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ലേ? അങ്ങനെയാണ് ഈ ആളുകളെല്ലാം ചൈനയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഷെൻജൻ ഫെയറിനെ കുറിച്ച് പറഞ്ഞു. ഷെൻജൻ ഫെയർ കഴിഞ്ഞിട്ട് ഗോഞ്ചോല് വന്നു. ഗോഞ്ചോല് കാൻഡം ഫെയറിന്റെ ഈ കാൻഡം എന്ന് നേരത്തെ നമ്മളൊരു എപ്പിസോഡിൽ ചൈനന്റെ ഫെയറിനെ കുറിച്ച് പറഞ്ഞു. കാൻഡം എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ ഒരു പുരാതന പേരാണ് കാൻഡൻ. കാൻഡൻ ടവറൊക്കെ അവിടെ വളരെ ഫേമസ് ആണ്. അപ്പൊ ഈ കാൻഡൻ ഫെയർ എല്ലാവർക്കും പൊതുവെ അറിയുന്ന, എല്ലാവരും പോകുന്ന ഒരു ഫെയർ. ഗോഞ്ചോയിലാണ് ഇത് നടക്കുന്നത്. നമ്മളെ ബോംബെ സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ പുരാതനമായ ചൈനീസ് സിറ്റിയാണ് ഈ ഗോഞ്ചോ. അപ്പൊ കാൻഡൻ ഫെയർ ഇവിടെ ഉണ്ടാകുക. അപ്പൊ അത് മറ്റൊരു സംഭവം. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ടെക്നോളജി, റോബോട്ടിക്സ്, AI ഒക്കെ ആയിട്ടുള്ള തീമായിരുന്നു ഫസ്റ്റ് ബേസിന്റെ. അപ്പൊ ഒരാൾക്ക് ഫാക്ടറിയെ ടെക്നോളജിയിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് AI സാധ്യതകളെ കൊണ്ടുവരാൻ, റോബോട്ടിക്സിന്റെ സാധ്യതകളെ കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഭവിച്ചറിയാം. നമുക്കറിയാലോ ഇപ്പൊ കാറിന്റെ കാര്യത്തില്, കാറിൽ ഇപ്പൊ ചൈന കാറുകൾ
ലോകം കീഴടക്കി തുടങ്ങി. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം മാർക്കറ്റിലൊക്കെ ഈ ദുബായി തന്നെ നോക്കിയാൽ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള വണ്ടികളൊക്കെ സൗന്ദര്യ വണ്ടി കാണുമ്പോൾ തന്നെ ഒന്ന് കയറാൻ തോന്നും. പഴയ കാലത്ത് ഇപ്പോ ടൊയോട്ട നിസാനൊക്കെ ഒരു അപ്ഡേഷൻ വരുത്തണമെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻ ഒന്ന് വലുതാക്കണമെങ്കിൽ നമ്മൾ വർഷങ്ങൾ 5 വർഷം 10 വർഷം കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു പുതുമ കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു. നല്ല കാറുകളാണ്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം നോക്കുക ഇതിന്റെ മോണിറ്റർ എങ്ങനെയാണ്, ഇതിന്റെ സ്ക്രീൻ എന്താണ്, ഇതിൽ എന്തെല്ലാം ബട്ടൺസ് ഉണ്ട്, എവിടെ, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുക. നമുക്ക് ഇതിന് സൺറൂഫ് ഉണ്ടോ, അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ സൈസ് എത്രയാന്നൊക്കെയാണ് ആളുകൾ ഒരു യൂസർ നോക്കുക. അതിന്റെ സീറ്റ് എന്താണ്, എങ്ങനെയൊക്കെ ഉള്ളത്, സീറ്റിൽ ഡിക്ലൈൻ ഫെസിലിറ്റി ഉണ്ടോ ഒക്കെയാണ് നോക്കുക. ഇതിന്റെ എല്ലാ ഫെസിലിറ്റി ഉള്ള കാറുകൾ സാധാരണ റേറ്റിൽ കിട്ടും, അവിടെ കിട്ടും. ഇപ്പൊ ആളുകൾ ഡ്യൂറബിലിറ്റിനേക്കാളും ഇത്തരം ഫീച്ചേഴ്സ് നോക്കുന്ന ഒരു കാലഘട്ടം. അല്ല, ഇപ്പൊ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമൊന്നുമില്ല. മനുഷ്യന് തന്നെ ഇപ്പൊ എത്ര കാലം ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ ദുബായി തന്നെ നോക്കുമ്പോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പുതിയ വണ്ടി ഉണ്ടാവും. നമ്മള് പഴയ വണ്ടികളൊക്കെ മാറ്റി നിർത്തിയാൽ അത് ഉറപ്പാണ് ചൈന വണ്ടിയാണ്. അപ്പൊ ഈ ഓട്ടോമൊബൈൽ രംഗത്ത് അവരുണ്ടാക്കിയ ഒരു റവല്യൂഷൻ, വലിയ വിപ്ലവമാണ്. ഇപ്പം BYD എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് അറിയാലോ. ടെസ്ലേനെ അവര് മറികടന്നു പോയി. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഭയങ്കര അഭിപ്രായമാണ്. BYDയുടെ പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ പരസ്യം എല്ലാം കാണണം. അത് ഈ ചൈനീസ് മാർഷ്യൽ ആർട്ട് കാറിന്റെ മുകളിൽ വെച്ച് കാർ ഇങ്ങനെ അമ്പ് ചാടുമ്പോ ഇതിന്റെ മുകളിൽ നിന്ന് പിന്നെ ആള് സർക്കസ് കളിക്കുന്നതാണ് കാണിക്കുന്നത്, അമ്മാനാടുന്നതൊക്കെ അതിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ പുതിയ ഇന്ത്യയിൽ തന്നെ നല്ല അഭിപ്രായമാണ്. ഞാൻ പല റിവ്യൂ കണ്ടു. ഇന്ത്യയിൽ പലരും ഇനിയിപ്പോ എന്താണ് BYD, ഞാൻ പണ്ടൊക്കെ നമ്മള് ചൈനയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ ചൈനയുടെ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിലും ഭയങ്കര പേരെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ ഡിസൈൻ. എത്ര മോഡലുകളാണ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും മോഡലുകൾ അവർ ഇറക്കുന്നത്. മോഡലുകൾ മാത്രമല്ല, കമ്പനികൾ. അപ്പൊ ഇപ്പൊ ടാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ട്. ടാങ്ക് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 5 സീറ്ററും 7 സീറ്ററും ഉണ്ട്. അത് പിന്നെ നമ്മുടെ ലാൻഡ് ക്രൂയിസറിനെ വെല്ലുന്ന ആദ്യ വണ്ടിയാണ്. അത് കാരണം നമുക്ക് മണലിലേക്ക്, ഓഫ് റോഡിലേക്ക് ഒക്കെ. അതിന്റെ മുമ്പ് തന്നെ വെള്ളത്തിൽ ഓടിക്കുന്ന ഒരു വണ്ടിയെ നമ്മൾ കണ്ടാണ്, ജെറ്റോറിന്റെ ഒരു വണ്ടി. കരയിലും വെള്ളത്തിലും ഒരുപോലെ. ഇങ്ങനെയുള്ള ഈ പിന്നെ വണ്ടിയുടെ പ്രൈസ് എങ്ങനെ ഒക്കെ നോർമൽ പ്രൈസ്. അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതൊരു ലാൻഡ് ക്രൂസറിനെ വെല്ലുന്നൊക്കെ പറയുമ്പോ അതിന്റെ വില വെച്ച് ഒരു മനുഷ്യന് വാങ്ങാവുന്ന നമുക്കൊരു കാറിന്റെ വില ഇപ്പൊ നമ്മള് അങ്ങനെ ഡോളർ അല്ലെങ്കിൽ ഇപ്പൊ ദിർഹത്തിൽ പറയുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം ദിർഹത്തിന് ഒരു നോർമൽ പ്രൈസ് ആണ്. എന്ന് വെച്ചാൽ നല്ല കാറിന്റെ, ലക്ഷറി കാറിന്റെ ഒരു ബേസ് ലെവൽ പ്രൈസ് ആണ്. ഈ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഒരാൾക്ക് വാങ്ങാവുന്ന പ്രൈസ് റേഞ്ചിലാണ് ഇതെല്ലാം ഇറക്കുന്നത്. അതിന്റെ ടോപ്പ് മോഡൽ പോലും ഇറക്കുന്നത്. അപ്പൊ ഇത്രയും നല്ല വാഹനങ്ങൾ നമുക്ക് അതിപ്പോ ഇന്ത്യയിലെത്തുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇന്ത്യയിൽ ഒരു ലക്ഷറി കാർ ഒരാൾക്ക് വാങ്ങുക എന്ന് പറയുന്നത് ഇപ്പൊ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയും ടാക്സ് ആണ്. ഇന്ത്യയിൽ ഇപ്പൊ എന്താ പറയാ, മോഡിനെ കണ്ടാണല്ലോ, അല്ല ഇയാളെ കണ്ടാണല്ലോ, ട്രംപിനെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് സാധനം കൊണ്ടുവരണമെങ്കിലും അതെങ്ങനെ കൊണ്ടാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാക്സ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇതൊക്കെ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണല്ലോ ഇപ്പൊ ആധുനികത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചെങ്കിലല്ലേ നമുക്ക് ഈ സംഗതി എന്താണെന്ന് പറയും. കാറുകൾ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സാധനം. ഇത് കിട്ടാതിരിക്കാനുള്ള സംവിധാനം എല്ലാം ഒരു രാജ്യം ചെയ്യേണ്ടത്. ഇത് ജനങ്ങൾക്ക് വാങ്ങണം, ഇവരെ ഉപയോഗിക്കണം, ഇൻഫ്രാസ്ട്രക്ചറുകൾ അനുഭവിക്കണം. ഇപ്പൊ ചൈനയിൽ ഇപ്പം ഇത്രയും കാറുകൾ ഇറക്കുന്ന ചൈനയിലും മറ്റെല്ലാ വിദേശ കാറുകളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർ ജർമ്മൻ കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ജപ്പാനീസ് കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്, കൊറിയൻ വണ്ടികൾ എല്ലാ വാഹനങ്ങളും നമുക്ക് അവിടെ റോഡിൽ കാണാൻ പറ്റും. ബ്രിട്ടീഷ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്കൻ വാഹനങ്ങൾ പോലും അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഇടയിലാണ് ഇവരെ അവർ കോമ്പറ്റ് ചെയ്യുന്നത്, അത്രയും വലിയ ഒരു രാജ്യമായതുകൊണ്ട്. അപ്പോൾ ഇത് ഈ ഫെസിലിറ്റിയെ നമുക്ക് തടയപ്പെടുന്നുണ്ട് നമ്മുടെ ഈ ടാക്സേഷൻ, റോങ് ടാക്സേഷൻ. നമ്മൾ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ പലതേ നമ്മുടെ പണ്ടൊക്കെ ഉള്ള ആളുകൾ പുല്ലൂട്ടയിലെ നായ്ക്കൾ എന്ന് പറയുമല്ലോ, തിന്നൂല്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതി. നമ്മളാണെങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകില്ല, ഒരു ഫാക്ടറി തുടങ്ങി അന്ന് കൊടി പിടിച്ചിട്ട് അത് കൂട്ടാൻ നോക്കുകയും ചെയ്യും. പുറത്തുനിന്ന് നല്ല സാധനം, നമ്മൾ ആളുകളുടെ സൗകര്യമില്ല വേണ്ടത്. ഇപ്പൊ അമേരിക്കയിലേക്ക് വന്ന് ട്രംപിന്റെ ഈ പുതിയ നിയമം കൊണ്ട് അമേരിക്കക്കാരാണ് ഇതിന്റെ ഒക്കെ പ്രയാസം അനുഭവിക്കാൻ പോകുന്നത്, അല്ലെ? കാരണം അമേരിക്കയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു റീസണബിൾ പ്രൈസിൽ വിൽക്കാൻ പറ്റുമോ? ഇത് ശരിക്കും ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാക്ടറിയിൽ തൊഴിൽ നിയമങ്ങൾ ചൈനയിൽ ഈ എല്ലാ തൊഴിലാളികളും അവർ ഹാപ്പിയാണ്. നമുക്ക് അവിടെ ഫാക്ടറിയിലൊക്കെ ചെന്നാൽ ഇവർ ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ സ്ത്രീകളുടെ വർക്കിംഗ് ഹാബിറ്റ്
നന്നായിട്ട് വർക്ക്, അവർ ചിലപ്പോൾ മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവരുടെ രാജ്യത്തിന്റെ കൂടി പുരോഗതിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അതൊക്കെ ഒരു തൊഴിൽ നിയമങ്ങളൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടണം. വരുമാനം മാത്രം കിട്ടിയാൽ പോലെ ഒരു ഹാപ്പിനെസ്സും കൂടി കിട്ടണം. അവിടെ ഒരു സ്ട്രെസ് ആയിട്ടല്ല വർക്ക് ചെയ്യേണ്ടത്, നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അത്രയും സമയം ആളുകൾ വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ജോലി ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള സപ്പോർട്ട്, ഇതൊക്കെ അവിടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സിറ്റിയുടെ ഡെവലപ്മെന്റ് അവർ ഇത് അനുസരിച്ചാണ്, എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, അവിടേക്ക് വരാനും പോകാനുമുള്ള സൗകര്യങ്ങൾ, എയർപോർട്ടുകൾ, റോഡുകൾ, ട്രെയിൻ സർവീസുകൾ, അവിടുത്തെ മെട്രോ സർവീസുകൾ, ബസ് ലൈൻസുകൾ എല്ലാം നമുക്ക് വളരെ ഈസി ആക്സസിബിൾ ആണ്. ഏത് കുട്ടിക്ക് അവിടെ ചെന്നാലും നമുക്കിപ്പോൾ ഭാഷയുടെ പരിമിതി ഉണ്ട്. ഭാഷ ഈവൻ നമുക്ക് ഗൂഗിൾ മാപ്പ് അവിടെ വർക്ക് ചെയ്യില്ല, ഗൂഗിൾ വർക്ക് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒന്നും വർക്ക് ചെയ്യില്ല അവിടുത്തെ അവരുടെ നെറ്റ്വർക്കിൽ. പല ആളുകളും അത് VPN ഒക്കെ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നാലും അവരുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫെസിലിറ്റി ഒക്കെ ചെയ്യാവുന്ന വളരെ ലളിതമായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെൽ ബിൽഡഡ് ആണ്. ബിൽഡ് ക്വാളിറ്റി അവിടെ ആ രാജ്യത്തിന്റെ അത് നമ്മൾ കണ്ട് ശരിക്കും അമ്പരക്കല്ലാതെ കണ്ടു പഠിക്കേണ്ട സംഗതി. നമ്മൾ അവിടേക്ക് ഇനി അടുത്ത കാലത്തൊന്നും ഓടിയെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ആ ചൈന യാത്രയിലുള്ള പാഠം. നമ്മൾ ഓടിയെത്തുന്നുള്ള പ്രതീക്ഷകൾ വേണ്ട. കാരണം നമ്മൾ ആരെങ്കിലും അഥവാ ഓടിയാൽ തന്നെ പിറകോട്ട് വലിക്കാൻ ഒരുപാട് ഞണ്ടുകൾ ഉണ്ടാവും. നമ്മൾ ഞണ്ടിന്റെ കഥ പറഞ്ഞ പോലെ ഇന്ത്യക്കാർ മൊത്തത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കേരളീയർക്ക് കുറച്ച് അധികം ഉണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ പോയി കാട്ടി ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ തുടങ്ങാന്ന് കരുതിയാൽ ചിലപ്പോ എന്തെന്നായാലും ഇപ്പൊ ഉള്ളതിനേക്കാളൊക്കെ കുറച്ചുകൂടി ശത്രുക്കളൊക്കെ കൂടും. അതാണ് നമുക്ക് ഈ കോമ്പറ്റീഷൻ, ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നമുക്കുള്ളത്. അതുമാത്രം ഒരാൾ ഇപ്പൊ സെയിം ബിസിനസ് മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ അവരോടുള്ള അസൂയ, ദേഷ്യം, വിദ്വേഷം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പാര എന്ന് പറയുന്ന ഒരു രീതി, ഇതൊന്നും ഈ പാരൻ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കേരളം ഉണ്ടായതിന് പരശുരാമൻ മഴ അപ്പൊ ഞാൻ ആലോചിക്കും പരശുരാമൻ വേറെ എന്തൊക്കെ കയറിയായിരുന്നു. ഈ കോടാലി എല്ലാം എറിഞ്ഞുകൊണ്ട് ആ കോടാലി സംഭവം നമ്മൾ എല്ലായിടത്തും കാണിക്കും. ഇപ്പോ ടെറഫ് പ്രത്യേകിച്ച് മലബാറിൽ ആദ്യം തുടങ്ങിയ ടെറഫൊക്കെ വൻ ലാഭകരമായിരുന്നു. പിന്നെ എല്ലാവരും തുടങ്ങിയിട്ട് ആർക്കും വേണ്ടതാ. ഇപ്പൊ കൊപ്പര ഇക്കാനും അടക്ക ഇക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് വലിയൊരു വിഷയമാണ്. ആരോഗ്യകരമായ ഒരു മത്സരമല്ല, നമ്മൾ കോപ്പി എടുക്കുക. ഈ കോപ്പി, ഈ അനൽത്തി കോപ്പിങ്, അവരെന്തോ ലാഭമുണ്ട് അപ്പൊ എനിക്കും ചെയ്യണം. അതിന്ന് മാറി നമ്മളൊരു സാധനത്തെ പഠിച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഒരു സംഗതിയെ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ആ ഫീൽഡിൽ നമ്മൾ വളർന്ന് ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു രസമുണ്ട്. നമുക്ക് മറ്റ് ആരെയും നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതി. ഇങ്ങനെയുള്ള അതിന് ശരിക്കും ഈ ഗവൺമെന്റൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ആ ഫുട്വെയറിന്റെ സെഷനിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കോഴിക്കോട് ഫുട്വെയറിന്റെ ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് വിൽക്കാനുള്ള, അവർക്ക് അവിടെ നല്ലൊരു ഫെയർ ഗവൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. എല്ലാ വർഷവും ഒരു ഫുട്വെയർ ഫെയർ ഇന്ത്യ എന്നുള്ള എല്ലാ ആളുകളും വരിക, ഇവിടുത്തെ സാധനങ്ങൾ കാണുക, പ്രൊഡക്റ്റുകൾ കാണുക, അനുഭവിക്കുക, എന്നിട്ട് ഇവരുടെ അടുത്തുനിന്ന് കോൺട്രാക്ട് ഉണ്ടാക്കുക. അങ്ങോട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഏരിയനെ നമുക്ക് എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യാൻ സംവിധാനം, പുതിയ ടെക്നോളജി നല്ല ചാനൽ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ആലിബാബ ചെയ്തത് ചൈനീസ് പ്രൊഡക്റ്റുകളെ ലോകം മൊത്തം ഹോൾസെയിൽ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല. ആലിബാബ ശരിക്കും അതാണല്ലോ ശരിക്കും ഒരു ഹോൾസെയിൽ പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെ നമ്മൾ അത് ടെക്നോളജി ആയാലും അത് നമുക്ക് ഫിസിക്കൽ കാണാനായുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആളുകൾ അവിടെ എത്തും, അവിടുത്തെ എക്കണോമി ഡെവലപ്പ് ചെയ്യും, ആളുകൾ ബയറിംഗ് കപ്പാസിറ്റി കൂടും. അങ്ങനെയാണല്ലോ അത് പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫെയർ. മൂന്നാമത്തെ ഞാൻ ജിൻജിയാങ് പോയി. ജിൻജിയാങ് എന്ന് പറയുന്നത് ലെതറിന്റെയും ഫുട്വെയറിന്റെയും ഏരിയയാണ്. അതിന്റെ ഫെയർ ആണ് അവിടെ നടന്നത്. ഈ ജിൻജിയാങ് ഫെയറിന്റെ ഒരു പ്രത്യേകത, ഈ ജിൻജിയാങ്ങിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റിയാണ്. നേരത്തെ നമ്മൾ പിന്നെ ഓരോ സിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ചെഞ്ചനെ കുറിച്ച് പറഞ്ഞു. ചെഞ്ചൻ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയാണ്, മൊബൈൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഒക്കെയാണ് ഇതിൽ വരുന്നത്. ജിൻജിയാങ്ങിൽ എത്തുമ്പോൾ ലെതർ ഉൽപ്പന്നങ്ങളും അതേമാതിരി സ്പോർട്സ് ഉൽപ്പന്നങ്ങളും ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ഈവു ആണെങ്കിൽ, ഈവു എന്ന് പറയുന്ന മാർക്കറ്റ് നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഈ ചെറുകിട ഉൽപ്പന്നങ്ങൾ എല്ലാം കിട്ടുന്ന, ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റ്. അങ്ങനെ ഓരോ സിറ്റിക്കും ഓരോ പ്രത്യേകത ഉണ്ട്. പോഷാൻ ആളുകൾക്ക് ഫർണിച്ചർ സിറ്റിയാണ്, ഫർണിച്ചറിന്റെ ലോകമാണ് പോഷാൻ. അങ്ങനെ അത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഫർണിച്ചറുകളാണ് അല്ലേ? വളരെ ഹൈ ക്വാളിറ്റി. നമ്മളിപ്പോ ഇറ്റാലിയൻ ഫർണിച്ചറുകളാണ് ലോകത്തിലെ വലിയ സംഖ്യ കൊടുത്ത്. പക്ഷെ ഈ ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ കിട്ടും. നമുക്ക് ഈ നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ മോശം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള സാധനങ്ങൾ അവർ ഉണ്ടാക്കി തരും. ചെറിയ കാശിന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി തരും.
നമ്മൾ അതൊരു മിഡ് റേഞ്ച് നല്ല ക്വാളിറ്റിയിൽ വേണം നമ്മൾ അതിന് ഒരു അഫോർഡബിൾ പ്രൈസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ നല്ല ക്വാളിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ക്വാളിറ്റിയിൽ അവരുണ്ട് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്ത ബൾക്കായിട്ട്. പിന്നെ ഇത് ഈ ഇന്ത്യയിലേക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടാക്സേഷനും റൂൾസും ഒക്കെ ഇതാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് അവിടെ ചെല്ലാൻ ഇപ്പൊ നല്ല സൗകര്യം, അവർ വിസ തരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ത്യയിലേക്ക് നമുക്ക് അവിടുന്ന് ഫ്ലൈറ്റ് ഇല്ല, ഇപ്പൊ ഒരാൾക്ക് ഒരു ഫാക്ടറി ഫിറ്റ് ചെയ്തു, അദ്ദേഹത്തിന് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ചൈനക്കാരൻ വന്ന് ചെയ്യണമെങ്കിൽ കിട്ടാനുള്ള സംവിധാനമില്ല, അവർക്ക് വിസ കിട്ടുന്നില്ല. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ട്രേഡിങ് ഗ്ലോബൽ ആകുമ്പോ ഉള്ളൊരു ഗുണം വെച്ചാൽ പലതും നമുക്ക് കണ്ടുപിടിക്കാനും പോയി പഠിക്കാനും നമ്മളത് അഡാപ്റ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഒരു പാലത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണല്ല, വൺ വേ ആയിട്ടുള്ള പാലത്തോട് കാര്യമില്ല. അതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നം. അതാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, എത്രയധികം യാത്ര ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇന്ത്യയിലേക്കില്ല. അപ്പൊ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകണം അല്ലേ? അതെ അതെ. പക്ഷെ മലേഷ്യയിലേക്കും അതുപോലെ സിംഗപ്പൂർക്കൊക്കെ ഉണ്ടല്ലോ. മലേഷ്യ ത്രൂ പോകണം, അല്ലെങ്കിൽ സിംഗപ്പൂർ ത്രൂ പോകണം, ഹോങ്കോങ് വഴിയോ അല്ലെങ്കിൽ ബാങ്കോക്ക് വഴിയോ ഒക്കെ പോകണം. അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യയിൽ നിന്ന് ദുബായിൽ നിന്ന് നേരെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പോ ചൈന എന്ന് പറയുന്നത് അനുഭവമാണ്, എപ്പോഴും നല്ല അനുഭവങ്ങൾ സമ്മാനിക്കും. ഞാൻ ഇവിടെ വായിച്ചു കേട്ടിട്ടുണ്ട്, ചൈനയിൽ ഇപ്പൊ നമ്മളൊക്കെ പറയും തമാശയിൽ അവര് പാമ്പിനെ പിടിച്ചു തിന്നും, എലിനെ തിന്നും, പൂച്ചനെ തിന്നും എന്നൊക്കെ പറയും. ഇത് ഒരു കാലത്ത് അവരനുഭവിച്ച പട്ടിണി, സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രയാസം, അത് അവിടുന്നാണ് ഇവര് ഇതിനൊക്കെ അതിജീവിച്ചിട്ട് ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്ന അമേരിക്കക്കാൾ ഒരുപടി മുന്നിലായിരിക്കും എല്ലാ കാര്യത്തിലും. എക്കണോമിയാണ്, വലിയ ലാർജസ്റ്റ് എക്കണോമിയാണ് ശരിക്കും ഇപ്പൊ ചൈന. പല കാര്യം അത് അവരെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ എഐയുടെ കാര്യം നമുക്കറിയാലോ, എഐയില് അവരുടെ ഡിപ്സീക്കിനെ കുറിച്ച് അറിയാം. എന്ന പോലെ ടെക്നോളജിയിലും അവർ മുന്നേറിയെന്നുള്ളതാണ്. IT രംഗത്തും ടെക്നോളജിയിലും ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് അവകാശപ്പെടാവുന്ന ഏതെങ്കിലും നല്ലൊരു സോഫ്റ്റ്വെയർ പറയാം, ഇന്ത്യ ഇറങ്ങിയിട്ട് നമുക്ക്. എന്നാൽ ഒരുപാട് എഞ്ചിനീയർമാർ നമ്മളെ ഭാഗത്തു നിന്നുണ്ട്. ഈവൻ ഗൂഗിളിന്റെ പോലും വലിയ തലപ്പത്ത് നമ്മുടെ ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ലോകം പ്രശസ്തമായ ഏതെങ്കിലും ഒന്നുമില്ല, പറയാനില്ല. ഇത്രയും എഞ്ചിനീയർമാരും കാര്യങ്ങളുണ്ട്. എന്ന പോലെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ല നമ്മളിപ്പോ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞല്ലോ അവിടെ വാട്സപ്പ് ഇല്ല, ഗൂഗിൾ ഇല്ല, ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്കും വർക്ക് ചെയ്യില്ല. ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഈ ഡാറ്റ അവര് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിലാണ്, ഒരു മലയാളിയാണെങ്കിൽ ഇന്ത്യക്കാരനാണെങ്കിൽ നമ്മള് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഒക്കെ അതോടൊപ്പം നമ്മളെല്ലാം അടിയാധാരും പിന്നെ എല്ലാവർക്കും കൊടുത്തു. ഒരു മനുഷ്യ സമ്പത്താണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്. ഇത് അവര് വേറെ അതുപോലെ നമ്മൾ ചിന്തിക്കണത് അവരുടെ പ്ലാൻ എത്രത്തോളാണ്. ഇപ്പൊ എനിക്കൊന്നല്ലോ ചൈനയിലെ ഒരു ചൈനക്കാരന്റെ ഡാറ്റയും വേറെ കിട്ടൂല. നമുക്ക് നമ്മുടെ നാട്ടിൽ രോഗികളുടെ ഡാറ്റ കിട്ടും, പിന്നെ എല്ലാ ഡാറ്റയും കിട്ടും, സാമ്പത്തിക ചിന്ത കിട്ടും, ക്യാൻസർ പിടിച്ചോലും എത്ര ഉണ്ട്, ഇതൊക്കെ ഇപ്പൊ ചോർത്തിക്കൊണ്ടുകൊണ്ട് വലിയ വിവാദങ്ങളുണ്ട്. ഇത് നമ്മൾ അവിടെ തന്നെ തുടങ്ങണം. നമുക്ക് ബേസിക് നമ്മൾ ഓൺ അതിന് പകരം അപ്പൊ അവർ വാട്സപ്പിന് വരെ എന്തോ തുടങ്ങിയില്ല, എന്തായാലും പറയാം. അപ്പൊ ഇതിന്റെ വിഷാറ്റിന്റെ ഒരു പ്രത്യേകത, അതിൽ നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ ഉണ്ട്, അതിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ബസ് ബുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ന്യൂസുകൾ കാണാൻ പറ്റും, നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതേ ഫെസിലിറ്റി എല്ലാം കിട്ടും, എല്ലാ ഫെസിലിറ്റിയും കിട്ടും. അതിന്റെ പ്രീമിയം ആവണം. അതിന്റെ അവിടുത്തെ നമ്പർ വെച്ചിട്ട് അത് ലോഗിൻ ചെയ്തിട്ട് ഞാനത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഗോഞ്ച എയർപോർട്ടിൽ ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ ഒരു കൗണ്ടർ ഉണ്ട്. എല്ലാവർക്കും ഇത് പേയ്മെന്റ് ഇന്റഗ്രേഷൻ കുറച്ച് പാടാണ്. അപ്പൊ അവര് നേരിട്ട് അവരെ ടെക്നിക്കൽ സപ്പോർട്ട് വെച്ചിട്ട് അതിന്റെ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം, അവിടെ ചെല്ലുമ്പോൾ എല്ലാ പേയ്മെന്റും വളരെ ഈസിയാണ്, നമുക്ക് കാശ് കരുതേണ്ട കാര്യമില്ല. ഡിജിറ്റൽ മണി എന്ന് പറയുന്നതിന്റെ ഒരു അൾട്ടിമേറ്റ്. അതേപോലെ അലിപേ ഉണ്ട്, അലിപേ നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ പിന്നെ അലിബാബയുടെ ഗൂഗിൾ പേ പോലെ അങ്ങനെ വർക്ക് ചെയ്യും. അത് ഏറ്റവും നല്ലത് വിചാറ്റാണ്. വിചാറ്റിൽ എല്ലാ ആപ്ലിക്കേഷനായിട്ടും അവര് ഇതാണ് ലിങ്ക്. സത്യത്തില് ഈ ചൈനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മള് ഇനിയിപ്പോ നാളെ നരേന്ദ്രമോദി അതിന്റെ പേരിൽ സൈക്കിൾ എടുത്ത് കൂടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എത്രത്തോളം പിറകിലാണ്, നമ്മൾ എത്ര പൊട്ടന്മാരാണ് ഇപ്പോഴാണ് മനസ്സിലാവണേ. കാരണം നമുക്കൊരു സോഫ്റ്റ്വെയർ ലോകം ഇതാക്കുന്ന ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്രയും ജനസമ്പത്ത് നമുക്കുണ്ടല്ലോ. നമ്മുടെ എക്കണോമി 7 something സ്പീഡിൽ ഓടിയ ഒരു സമയം മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അത് ശരിക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ വളരെ പിറകിലായി പോയി. ആ ഒരു സ്പീഡ് നമുക്ക്, ആ പേസ് നമുക്ക് നിലനിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യത്തില്. അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെന്ന് കാണുമ്പോഴാണ് നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ ആ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് ലോകത്തുള്ള പല
സാമ്പത്തിക സ്ഥാപനങ്ങളും പൂട്ടിയപ്പോഴും പൂട്ടാതെ പിടിച്ചിരുന്നത് മൻമോഹൻ സിംഗിന്റെ ഒരു ഇതല്ലായിരുന്നു, ഒരു വിഷനായിരുന്നു. അതൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു രാജ്യത്തെ നയിക്കുന്ന ഒരു വിഷനാണ്. അപ്പൊ എന്താ വെച്ചാല് മറ്റേത് രംഗത്ത് തകർന്നാലും സാമ്പത്തിക എക്കണോമി ബേസ് നിലക്കും. അല്ല, അതിന്റെ കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരൊക്കെ ഈ 4ാം ക്ലാസ്സും ഗുസ്തിയാണല്ലോ. ഈ ചൈനയിൽ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയം? ചൈനയില് അത് നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അവിടെ സാമ്പത്തികം നോക്കിയാൽ മതി. അവര് ആരായിട്ടും തല്ലുവിടാൻ പോണില്ല. നമുക്ക് ഒരു രാജ്യത്തിന്റെ അവർക്ക് പ്രശ്നമുണ്ടെന്ന് നമ്മൾ കേൾക്കണില്ല. ചെറിയ സംഗതികളൊക്കെ ഉണ്ടാവും, അതിർത്തിയുള്ള രാജ്യങ്ങളാകുമ്പോൾ അതിർത്തി. അതിനപ്പുറം അവര് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. പൊളിറ്റിക്സിൽ അവർക്ക് തീരെ താല്പര്യമില്ല അല്ലെ. ഒന്നാമത് ഏക ഒരു രാജഭരണം പോലത്തെ ഒരു ഭരണമാണല്ലോ, മൊണാർക്കിയാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് ജനങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ജനങ്ങൾക്ക് അവിടെ വലിയ പ്രശ്നമുണ്ടോ, ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി പ്രധാനം. ആ സൗകര്യങ്ങളെല്ലാം ഒരു രാജ്യം നൽകുന്ന എല്ലാ ഫെസിലിറ്റിയും ആ ജനത അനുഭവിക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പം ദുബായിൽ നിൽക്കുമ്പോൾ ദുബായിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ അനുഭവിക്കുന്നില്ല, ഇവിടുത്തെ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കുന്നില്ല. ഈ രാജ്യം നമുക്ക് ഒരുപാട് സെക്യൂരിറ്റിയും യാത്രാ സംവിധാനം, ഇൻഫ്രാസ്ട്രക്ചറും ഭക്ഷണവും ലോകത്തുള്ള എല്ലാ മാങ്ങകളും നമ്മൾ അല്ല, നമ്മുടെ നാട്ടിലെ ചേമ്പും ചേനൊക്കെ കിട്ടണമെങ്കിൽ മര്യാദക്ക് കിട്ടണമെങ്കിൽ ദുബായിൽ നല്ല റെസ്റ്റോറന്റുകൾ, നമ്മൾ കോഴിക്കോട് കിട്ടുന്ന എല്ലാ ഫുഡും നമുക്ക് ദുബായ് അങ്ങാടി. അല്ല, ഈ വിഷുവിനൊക്കെ നിങ്ങളോട് ഉണ്ടായില്ലല്ലോ അല്ലെ? അടിപൊളി നമ്മളെ നാട്ടിൽ കിട്ടുന്നേക്കാളും നല്ല സദ്യ. ഇപ്പൊ വായിൽ പിന്നെ എന്താ പറയുക, കപ്പലോടുന്നുണ്ട്, അടിപൊളി പായസം. ഇതൊക്കെയാണ് ആവശ്യം. നല്ല ജീവിത സാഹചര്യങ്ങൾ വേണം, നന്നായി പിന്നെ സന്തോഷത്തോട് കിടന്നുറങ്ങാൻ കഴിയണം, പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയണം. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയ തന്നെ സാമ്പത്തികവും എക്കണോമിയും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഇപ്പൊ കേരളത്തിൽ നമുക്ക് പ്രകൃതി വിഭവം വല്ലാതെ അല്ലേ, പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മള് നമ്മുടെ പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഓരോ ജൈനൽ സ്റ്റേറ്റുകളെ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനും ഭയങ്കര വൈവിധ്യങ്ങളുണ്ടല്ലോ. കേരളത്തിന് അതിൻ്റെതായ വൈവിധ്യം ഉണ്ട്. ടൂറിസത്തിൽ നമുക്ക് ഒരുപാട് മുന്നേറാൻ പറ്റും. തമിഴ്നാടിന് പ്രൊഡക്ഷനിൽ ഒരുപാട് മുന്നേറാൻ പറ്റും. ഇപ്പൊ നമ്മുടെയൊക്കെ നാടായ കോഴിക്കോട് നമുക്കറിയാം, ടൗണിൽ പോയിട്ട് നമുക്ക് സാധനം വാങ്ങിക്കാനില്ല, ട്രാഫിക്കും പ്രശ്നങ്ങളും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹാർഡ്വെയറിങ് ഇപ്പോൾ ബൈപ്പാസിലൊക്കെ ധാരാളം ബിൽഡിങ്ങുകൾ വന്നു. ഒരു ഭാഗത്ത് ഹാർഡ്വെയർ അങ്ങോട്ട് അതാവശ്യമുള്ള പോയാൽ മതി, ഇങ്ങേ ഭാഗത്ത് ബിൽഡിംഗ് മെറ്റീരിയൽ വേറെ സാധനം അവിടെ പോയാൽ മതി. ടെക്സ്റ്റൈൽസ് നമുക്ക് നമ്മുടെ ചെറിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ അതിനൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വേണം. ഈ ഇപ്പോൾ ടൗൺ പ്ലാനിങ് ഡിസൈൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നമുക്ക് ചൈനയിൽ കാണാൻ പറ്റും. നമുക്ക് ഓരോ ഏരിയനെ അവരെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു, ആ ടൗണിനെ അവരെങ്ങനെ സയന്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തു, അവിടേക്ക് യാത്രാ സംവിധാനങ്ങൾ, ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇങ്ങനെ ഉണ്ടായി വളർന്നു വന്നൊരു ടൗൺ അല്ല, ഡിസൈൻ ചെയ്ത ടൗണുകളാണ്. അതിന്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. ഞാൻ സത്യത്തില് നിങ്ങളൊക്കെ ഇങ്ങനെ ചൈനയിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ അവിടെ ഈ എക്സിബിഷന്റെ ഒരു വലിയ ഒരുപാട് എക്സിബിഷനൊക്കെ നടക്കും. ഞാൻ കരുതി അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും, പഞ്ചായത്തായിരിക്കും, ഞാൻ അതിന്റെ ജില്ലാ പഞ്ചായത്തായിരിക്കും ധരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല. എത്ര ഈ മെട്രോ ഒക്കെ 20 ലൈൻ മെട്രോ എന്നൊക്കെ ഭൂമിക്കടിയിൽ അത് ഹൈ സ്പീഡ് ട്രെയിനുകൾ. ഈ മനുഷ്യന്മാര് അധികവും യാത്ര ഒക്കെ ഈ ട്രെയിനിലായതുകൊണ്ട് നമുക്ക് സിറ്റിയുടെ പുറത്ത് അങ്ങനെ ട്രാഫിക് കൺജഷൻ നോർമൽ കൺജഷൻ ഉണ്ടാവും ഈ പീക്ക് അവറുകളിൽ. അല്ലാതെ നമുക്കൊരു ഭീകരമായ കൺജഷൻ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒന്നിക്ക് നമുക്ക് അതിൽ വാഹനങ്ങൾ കാറിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം. ഇങ്ങനെ ഓപ്ഷനുകൾ ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു കൺജസ്റ്റഡ് സിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ പ്ലാനിങ് ആണ്. എത്ര വർഷം കൊണ്ടാണ് ഈ ചൈനയിൽ ഈ ഈ ഓരോ വർഷം ഒരാൾ ചെല്ലുമ്പോഴും അത്ഭുതപ്പെടാൻ സംതിങ് അവിടെ ഉണ്ട്. അപ്പൊ അവര് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ ചൈനയിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഒളിമ്പിക്സിൽ പോലും മെഡൽ നിലയിൽ ഒന്നും അല്ലാതിരുന്ന അവര് അവിടെ ഒളിമ്പിക്സ് ഉണ്ടായപ്പോൾ എല്ലാരും കവച്ചു വെച്ചു. അത് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പോയപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ചാനലിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യം ഈ വർഷം തമ്മിലുണ്ടായ വ്യത്യാസം നമ്മൾ ഒളിമ്പിക്സിലെ മെഡൽ നില ചൈനയുടെ കണ്ടിട്ടാണ് അത്ഭുതപ്പെടുന്ന ആദ്യം ചൈനനെ. അതെ തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇവർ ഇത്രയും സ്വർണ്ണം, ഇത്രയും ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ നമുക്ക് സ്വർണം ഇതിനേക്കാളും ആരോഗ്യമുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, ലോകത്തെ എല്ലാവിധ കാലാവസ്ഥയും. ഒരു മോഡേൺ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു മോഡേൺ ഗവൺമെന്റ് ചെയ്യേണ്ട പ്ലാനിങ്ങിന്റെ പാർട്ടാണ്. അന്നേ അവർ തുടങ്ങിയിട്ടുണ്ട്. ആ ഒളിമ്പിക്സിൽ അവർ എന്ന് മെഡൽ തുടങ്ങിയിട്ടോ അന്ന് തന്നെ അവർ ഇതെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ ഇപ്പോഴാണ് കണ്ട് ലോകം അത്ഭുതപ്പെടുന്നത്, ഇപ്പോഴാണ് മാത്രം. ഇന്നും നമുക്കൊരു ഫുട്ബോളിൽ പോലും നമുക്ക്
ലോക ഫുട്ബോൾ കളിക്കാനുള്ള ചാൻസ് നമുക്കില്ലല്ലോ, നമ്മളതിൻ്റെ യോഗ്യതയിൽ എത്തിയിട്ടില്ല. ആളില്ലാത്തതുകൊണ്ടല്ല, കണ്ടെത്താനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും നമുക്ക് കഴിയുന്നില്ല. ഏതായാലും പിന്നെ എല്ലാവരും ഒന്ന് അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും എത്തിപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ചൈന എന്ന് പറയുന്നത്. ചിലത് നിങ്ങൾക്ക് അവിടെ പോയാൽ പഠിക്കാനുണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയാൻ. എനിക്ക് റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ റിയാസ് ഒരുപാട് ഞാൻ പലപ്പോഴും വിളിക്കുമ്പോഴും ചൈനയിലാണുള്ളത്. എന്തുകൊണ്ട് നമുക്ക് സമാന മനസ്കരായ കുറച്ച് ആളുകളെ ചൈനയിൽ കൊണ്ടുവന്നൊരു പാക്കേജ് ആരംഭിച്ചുകൂടാ? ഇന്ത്യക്കൻ്റെ കാര്യമാണ്. നിങ്ങളോടൊപ്പം തന്നെ കുറച്ച് ആളുകൾ വളരെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റും. അതൊക്കെ ഒരു ചൈനയ്ക്ക് ഒരു ബിസിനസ് കാരവൻ, അതിനെക്കുറിച്ച് റിയാസ് മാങ്ങോട്ട് അതിനെക്കുറിച്ച് സജീവമായി ചിന്തിക്കും. എന്തായാലും നമുക്കൊരു പാഠമാണ് ചൈന. നമ്മളും ഒരു ചൈനെങ്കിലും ആവാനുള്ള ഒരു ശ്രമം നടത്തണം. എല്ലാവിധ ആശംസകളും. ഓക്കെ.